കണ്ണൂർ പാനൂർ ചെണ്ടയാട് വീണ്ടും ബോംബ് സ്ഫോടനം. കണ്ടോത്തുംചാൽ വലിയ പറമ്പത്ത് മുക്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഉഗ്രസ്ഫോടനമുണ്ടായത്. റോഡിന്റെ നടുവിൽ കെട്ട് ബോംബ് എറിഞ്ഞ് ഭീതി പരത്തുകയായിരുന്നു. മാസങ്ങൾക്ക് മുൻപ് കണ്ടോത്തുംചാൽ നടേമ്മൽ കനാൽ പരിസരത്ത് വീട്ടമ്മയുടെ വീടിൻ്റെ മതിലിൽ 2 പ്രാവശ്യം ബോംബ് നടന്നിരുന്നു. ഈ കേസിൽ പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇതിനിടെയാണ് തൊട്ടടുത്ത പ്രദേശത്ത് ഇന്ന് പകൽ സമയത്ത് സ്ഫോടനമുണ്ടായത്. കെട്ട് ബോംബാണ് എറിഞ്ഞത്. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പാനൂർ CI, SHO എന്നിവർ സ്ഥലത്തെത്തി അന്വേഷണം നടത്തുകയാണ്. സ്ഥലത്ത് പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കണ്ണൂർ കൂത്തുപറമ്പിൽ കഴിഞ്ഞ ദിവസം 2 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയിരുന്നു. കിണറ്റിൻ്റെ അവിടെ ആമ്പലാട് റോഡിൽ ആളൊഴിഞ്ഞ പറമ്പിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ സ്റ്റീൽ ബോംബുകൾ നിർവീര്യമാക്കി. തലശ്ശേരി എരഞ്ഞോളിയിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു വ്യാപക തിരച്ചിൽ. സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓരോ സ്റ്റേഷൻ പരിധിയിലെയും ആളൊഴിഞ്ഞ വീടുകൾ, പറമ്പുകൾ എന്നിവിടങ്ങളിൽ പരിശോധന തുടരുകയാണ്. കൂത്തുപറമ്പ്, തലശ്ശേരി, മാഹി, മട്ടന്നൂർ എന്നിവിടങ്ങളിൽ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുൾപ്പെടെ 5 ബോംബ് സ്ക്വാഡുകളുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. വ്യാപകമായി ഇത്തരം ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് കണ്ണൂരിലെ ജനതയ്ക്ക് വലിയ തലവേദനയായിരിക്കുകയാണ്. ശരിക്കും ജനങ്ങൾ പരിഭ്രാന്തിയിലാണ്. ആളൊഴിഞ്ഞ വീടിന് സമീപത്ത് താമസിക്കുന്ന വീട്ടുകാർക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. തൊട്ടടുത്ത ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബുകൾ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന സംശയമാണ് പലർക്കും ഉണ്ടാകുന്നത്. ഈ വിഷയത്തിൽ CPM എന്ന പാർട്ടി വ്യാപകമായി ഇടപെട്ടതായും ബോംബുകൾ എടുത്തുകൊണ്ടുപോയതായും ബോംബുകൾ വ്യാപകമായി നിർമ്മിക്കുന്നതായും എരഞ്ഞോളി പ്രദേശവാസിയായ ഒരു യുവതി പ്രതികരിച്ചിരുന്നു. ആ യുവതിക്ക് നേരെ ചില ഭീഷണി സ്വരങ്ങളുമുണ്ടായി. ഇപ്പോൾ ആ യുവതിയുടെ വീടിന് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. കണ്ണൂരിൽ വീണ്ടും ബോംബ് രാഷ്ട്രീയം ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ CPM വീണ്ടും പ്രതിരോധത്തിലാവുകയാണ്. തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് കാരണം സർക്കാരിൻ്റെ വീഴ്ചയാണ്, കാര്യങ്ങൾ വേണ്ട രീതിയിൽ നടപ്പിലാക്കാത്തതാണ് എന്ന വ്യാപക പരാതി CPM പാർട്ടിക്കാർ തന്നെ ഉന്നയിക്കുമ്പോഴാണ് ഇതിനിടയിലൂടെ CPM ബോംബ് രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ ബോംബ് രാഷ്ട്രീയത്തെ മുമ്പോട്ട് വയ്ക്കുന്നു എന്ന പരാതിയും ഉയരുന്നത്. CPMലെ തന്നെ വിവിധ ഗ്രൂപ്പുകൾ ചേരിതിരിഞ്ഞ് ബോംബുണ്ടാക്കുകയാണ്, അവർ പരസ്പരം ആക്രമിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന മറ്റൊരു വിവരം. ഇനിയും ബോംബുകൾ ധാരാളമായി പൊട്ടാനുണ്ട് എന്നാണ് KPCC അധ്യക്ഷൻ കൂടിയായ K. സുധാകരൻ MP പറയുന്നത്. BJPയും RSSും കോൺഗ്രസും CPM ഒക്കെ ബോംബുണ്ടാക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർക്ക് ബോംബിൽ രാഷ്ട്രീയമില്ല, അവർക്ക് ജീവന് ഭയമാണ്. നാളെ എവിടെ, എപ്പോൾ, ആര് ബോംബിടും എന്നുള്ള ഒരു സംശയത്തിലാണ്, ഭീതിയിലുമാണ് കണ്ണൂരിലെ പല പ്രദേശങ്ങളിലെയും നാട്ടുകാർ ജീവിക്കുന്നത്. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഈ ഭീതിയിൽ ജീവിതം തുടരുകയാണ്. എന്തു വേണം എന്നറിയാൻ വയ്യാത്ത ഒരു പ്രത്യേക അവസ്ഥയിലാണ് കണ്ണൂർ പ്രദേശവാസികൾ ഇന്നുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ.